ദുരഭിമാനത്തിന്റെ ചതുപ്പുകളിൽ വീണുപോയ ഒരു സമൂഹത്തിന്റെ അഴുകിയ മനസാക്ഷി, ചോരയുടെ ഗന്ധമുള്ള അധമമായ ആധിപത്യബോധം, അതിനോടൊക്കെ പോരാടിയ അതിരുകളില്ലാത്ത ഉന്നതമായ പ്രണയം. ഈ അസാമാന്യ പോരാട്ടത്തിൽ ചരിത്രത്താളുകളിൽ ചോര പൊടിയുന്ന ഒരു ഇരുണ്ട അധ്യായത്തിലേക്ക്. തനാറ്റോസ്, കൊലപാതക ലഹരിയും അപരനോടുള്ള അന്ധമായ വിദ്വേഷവും സമൂഹത്തിന്റെ മജ്ജയിലും മാംസത്തിലും ലഹരിയായി പടരുന്ന ഭീതിതമായ കാഴ്ച. മനുഷ്യന്റെ ആന്തരിക വന്യതയുടെയും ഘടനാപരമായ ഫാസിസത്തിന്റെയും ഭീകരമായ നേർക്കാഴ്ച. രക്തം മരവിക്കുന്ന നിശബ്ദതയെ ഭേദിച്ച് ഒരു വെട്ടുവാളിന്റെ മൂർച്ചയിൽ മനുഷ്യത്വം അറ്റുപോയ ഒരു പട്ടാപ്പകൽ. ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. പ്രണയമെന്നത് രണ്ടാത്മാക്കളുടെ മാത്രം സ്വാതന്ത്ര്യ പ്രഖ്യാപനവും പരമോന്നതമായ മാനവികതയുമാണ്. അതിനുമേൽ ദുരഭിമാനത്തിന്റെയും അധികാരത്തിന്റെയും മൂർച്ചയുള്ള വാളോങ്ങുന്നതാണ് ഏത് ആധുനിക സമൂഹത്തിന്റെയും ഏറ്റവും വലിയ ദുരന്തം. ചോരമണക്കുന്ന ഒരു പട്ടാപ്പകൽ. സെപ്റ്റംബർ 14 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 തെലങ്കാനയിലെ നൽഗൊണ്ട ജില്ലയിലുള്ള മിരിയാലഗുഡ, തെലങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലുള്ള ഗ്രാമപ്രദേശം. ഗർഭിണിയായ അമൃത എന്ന യുവതിയുമായി എത്തിയതാണ് പ്രണയ് കുമാർ എന്ന യുവാവ്. പ്രണയുടെ അമ്മയും അവരുടെ ഒപ്പമുണ്ടായിരുന്നു. അമൃതയ്ക്ക് അത് 5ാം മാസമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട സ്കാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് അവർ ഗ്രാമത്തിലെ പ്രധാന സ്വകാര്യ ആശുപത്രിയായ ജ്യോതി ഹോസ്പിറ്റലിൽ എത്തിയത്. ജ്യോതി ഹോസ്പിറ്റൽ, മിരിയാൽഗുഡ, നൽഗൊണ്ട, തെലങ്കാന. സ്കാനിംഗ് കഴിഞ്ഞ ശേഷം ഡോക്ടറെ കൂടി കണ്ട ദമ്പതികൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. തങ്ങളുടെ ആദ്യത്തെ പൊന്നോമനയ്ക്കായുള്ള കാത്തിരിപ്പാണ്. ആശുപത്രിയിലെ ബില്ലുകളെല്ലാം അടച്ച ശേഷം മരുന്ന് വാങ്ങി പ്രണയും അമൃതയും അമ്മയും ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആശുപത്രി ഗേറ്റിൽ വെച്ച് അവിടെ നിന്നിരുന്നൊരു യുവാവ് പ്രണയ് കുമാറിന്റെ സമീപത്തേക്കെത്തി. പുറകിലൂടെ വന്നതും ആക്രമണവും ഒന്നിച്ചായിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു പിന്നിൽ നിന്നുള്ള ആക്രമണം. കയ്യിലുള്ള കൊടുവാൾ ഉപയോഗിച്ച് അജ്ഞാതനായ ആ വ്യക്തി പ്രണയെ വെട്ടിവീഴ്ത്തി. പ്രണയുടെ തലയ്ക്കാണ് കൊടുവാൾ ഉപയോഗിച്ച് അയാൾ വെട്ടിയത്. തലയ്ക്കു വെട്ടേറ്റ പ്രണയ് കുമാർ താഴെ വീണു. ഭാര്യ സഹായത്തിനായി നിലവിളിച്ചെങ്കിലും നിമിഷം നേരം കൊണ്ട് അയാൾ പ്രണയുടെ തലയിൽ വീണ്ടും ആഞ്ഞുവെട്ടി. അയാൾ ഏതാനും സെക്കൻഡുകൾ വീണുകിടന്നു പിടയുന്ന പ്രണയ് കുമാറിനെ നോക്കി നിന്നു. പിന്നെ അയാൾ ആയുധം അവിടെ തന്നെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. അമൃതയ്ക്ക് തന്റെ കണ്ണുകളെ ഒരു നിമിഷം വിശ്വസിക്കാനായില്ല. ഈ ക്രൂരത കണ്ടു ഭയന്നു വിറച്ച അമൃത അലറിക്കരഞ്ഞ് സഹായത്തിനായി നിലവിളിച്ചു. 5 മാസം ഗർഭിണിയാണ്. ആ പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി. ക്രൂരമായി കൊലപാതകം കണ്ടുണ്ടായ കടുത്ത മാനസികാഘാതത്താൽ പിന്നാലെ അമൃത ബോധരഹിതയായി വീണു. പ്രണയ് കുമാറിന്റെയും അമ്മയുടെയും അമൃതയുടെയും കരച്ചിൽ കേട്ടാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരും വഴിയിൽ നിന്നവരും അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. വെട്ടേറ്റ നിലയിൽ വീണുകിടന്ന പ്രണയെ അമ്മയും ആശുപത്രി ജീവനക്കാരും ചേർന്ന ജ്യോതി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. തുടർന്ന് പ്രണയ്ക്ക് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അടിയന്തര ചികിത്സ ലഭ്യമാക്കി. പക്ഷേ അയാൾക്കപ്പോൾ അനക്കമുണ്ടായിരുന്നില്ല. കഴുത്തിലും തലയ്ക്കുമേറ്റ വെട്ടുകൾ അത്ര മാരകമായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രണയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ആശുപത്രിയിൽ ആ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. സമയം ഉച്ചയ്ക്ക് 1:45. അതിനോടകം ബോധരഹിതയായി വീണ അമൃതയെയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആശുപത്രി അധികൃതരും നാട്ടുകാരും വിവരമറിയിച്ചതിനെ തുടർന്ന് മിരിയാലഗുഡ ടൗൺ പോലീസ് മിനിറ്റുകൾക്കകം
സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. പട്ടാപ്പകൽ ജനക്കൂട്ടത്തിനു മുന്നിൽ വെച്ചാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. പോലീസ് സംഘം വൈകാതെ ആശുപത്രിയും പരിസരവും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. പോലീസ് നടത്തിയ തെരച്ചിലിൽ കൊലയാളി ഉപേക്ഷിച്ചു പോയ വലിയ കൊടുവാൾ കണ്ടെത്തി. പ്രണയിയെ ആക്രമിച്ച കൊടുവാൾ ചോരയിൽ മുങ്ങിയ നിലയിലായിരുന്നു. പോലീസ് ആയുധം മെറ്റീരിയൽ ഒബ്ജക്റ്റായി കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. നൽഗൊണ്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് AV രംഗനാഥ് സ്ഥലത്തെത്തി. അന്വേഷണത്തിന്റെ ഏകോപനം അദ്ദേഹം ഏറ്റെടുത്തു. വിരലടയാള വിദഗ്ധരും ശാസ്ത്രീയ പരിശോധകരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി. പോലീസ് ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചു. കൊലപാതകം നടന്നത് ആശുപത്രി ഗേറ്റിൽ വെച്ച് തന്നെയായതിനാൽ CCTV ദൃശ്യങ്ങൾ ലഭിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. പ്രതിയെ തിരിച്ചറിയാൻ ഈ ദൃശ്യങ്ങൾ സഹായിക്കുമെന്ന ഉറപ്പിലായിരുന്നു പോലീസ്. വൈകാതെ പോലീസിന് ആ ദൃശ്യങ്ങൾ ശേഖരിക്കാനായി. കറുത്ത ടീഷർട്ട് ധരിച്ച ഒരാളാണ് ആക്രമണത്തിനു പിന്നിൽ. പക്ഷേ അയാൾ ക്യാമറയ്ക്ക് അഭിമുഖമായിരുന്നില്ല. പുറം തിരിഞ്ഞാണ് അയാൾ ആക്രമണം നടത്തിയത്. അതിനാൽ മുഖം വ്യക്തമല്ല. എന്തിനായിരിക്കും അയാൾ പ്രണയ് കുമാറിനെ ആക്രമിച്ചിരിക്കുക? അതും ഗർഭിണിയായ അമൃതയുടെ മുന്നിൽ വെച്ച് പട്ടാപ്പകൽ. എന്തായിരിക്കാം മോട്ടീവ്? പോലീസ് പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടന്നു. പെരുമല്ല പ്രണയ് കുമാർ, വയസ്സ് 23, മുതിരെഡ്ഡിഗുണ്ട, മിര്യാലഗുഡ, നൽഗൊണ്ട ജില്ല, തെലങ്കാന. ആള് മാറിയുള്ള കൊലയല്ല, ഇത് പണിയറിയാവുന്ന ആളാണ്. ആ 2 വെട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. കൊലയാളിയുടെ മുഖം വ്യക്തമല്ല എന്നത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം കഠിനമേറിയതാക്കി. ഇനിയുള്ളത് ഒരു ശത്രുവിന്റെ സാധ്യതയാണ്. പ്രണയ്ക്ക് അങ്ങനെ ഒരു ശത്രു ഉണ്ടെങ്കിൽ അതറിയാവുന്നത് അമൃതയ്ക്കായിരിക്കും. കൊലപാതകം നടന്ന സമയത്ത് സംഭവത്തിന്റെ ദൃക്സാക്ഷികളായ പ്രണയിന്റെ അമ്മയുടെയും ഭാര്യ അമൃതയുടെയും മൊഴിയാണ് പോലീസ് സംഘം ശേഖരിച്ചത്. കൊലപാതകം നേരിട്ട് കണ്ട ആഘാതത്തിൽ അബോധാവസ്ഥയിലായിരുന്ന അമൃതയെ അതേ ആശുപത്രിയിൽ തന്നെയാണ് പ്രവേശിപ്പിച്ചിരുന്നത്. വൈകാതെ ബോധം തിരിച്ചു കിട്ടിയ അമൃതയോട് പോലീസ് സംഘം സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി ചോദിച്ചറിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തൊട്ടു പിന്നാലെ മാരകായുധവുമായി അയാൾ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നത് അവർ ശ്രദ്ധിച്ചില്ല. അവർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന തങ്ങളുടെ കാറിനടുത്തേക്ക് നീങ്ങുകയായിരുന്നു. പ്രണയ് കാറിൽ കയറാൻ ഒരുങ്ങുന്നതിനിടെ കൊലയാളി പിന്നിൽ കൂടി വന്ന കഴുത്തിന് നേരെ വാളുപയോഗിച്ച് വെട്ടി. ആദ്യ വെട്ടേറ്റ ഉടൻ തന്നെ പ്രണയ് ചോരയിൽ കുളിച്ച നിലത്തേക്ക് വീണു. പിന്നെ യാതൊരു ദയയുമില്ലാതെ കൊലയാളി പ്രണയ് കുമാറിന്റെ തലയ്ക്ക് വീണ്ടും വെട്ടുകയും പ്രണയ് സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു. അമൃതയുടെ മൊഴിയിൽ അന്നു നടന്ന കാര്യങ്ങളുടെ കൃത്യമായ വിവരണം. പ്രണയ് കുമാറിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളോ ശത്രുക്കളോ ഉണ്ടായിരുന്നോ? പോലീസ് ചോദിച്ചു. അതിന്റെ ഉത്തരം പോലീസിനുള്ള ഏറ്റവും മികച്ച ലീഡായിരുന്നു. അമൃത തന്റെ ഉള്ളിലെ ഉത്തരം പോലീസിനോട് വെളിപ്പെടുത്തി. ഇതൊരു പക്ഷെ തന്റെ പിതാവ് തന്നെയാണ് ഈ ക്രൂരകൃത്യത്തിനു പിന്നിൽ. അമൃതയുടെ വെളിപ്പെടുത്തൽ. സ്വന്തം പിതാവായ തിരുനഗരി മാരുതി റാവുവിനെതിരെ സംശയമേതുമില്ലാതെയാണ് അമൃത പോലീസിന് മൊഴി നൽകിയത്. വിവാഹത്തിന് മുൻപും ശേഷവും പ്രണയിനെ വധിക്കുമെന്ന പിതാവ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അമൃത പോലീസിനോട് വ്യക്തമാക്കി. സസ്പെക്ട് ലിസ്റ്റിൽ വ്യക്തമായി ഒരൊറ്റ പേര്, മാരുതി റാവു. മറ്റൊന്ന് മുഖമറിയാത്ത ഒരാൾ. അന്വേഷണം പൂർണ്ണമായും തൽക്കാലം മാരുതി റാവുവിലേക്ക് കേന്ദ്രീകരിക്കാൻ പോലീസ് തീരുമാനിച്ചു. പക്ഷേ CCTV ദൃശ്യങ്ങളിലുള്ള വ്യക്തി മാരുതി റാവു അല്ല, അത് ഒരു യുവാവാണ്. അങ്ങനെയെങ്കിൽ മാരുതി റാവു ഈ കൊലയാളിയും തമ്മിൽ എന്തായിരിക്കും ബന്ധം?
അമൃതയ്ക്കും അയാളെ കണ്ട പരിചയമില്ല. തങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ല. അപ്പോൾ പിന്നെ അതാര്? സമാന്തരമായി അയാളെയും തിരയണം. ഒരു ടീം ആ വഴിക്ക് അന്വേഷണം നീക്കി. ആശുപത്രിക്ക് മുന്നിലെ CCTV ക്യാമറകളിൽ കൊലയാളി പ്രണയിയെ ആക്രമിക്കുന്നതും ഓടി രക്ഷപ്പെടുന്നതും വ്യക്തമായി പതിഞ്ഞിരുന്നു. ഇനി സാധ്യത മറ്റു CCTVകളിൽ ഏതിലെങ്കിലും ഇയാളുടെ ദൃശ്യം ഉണ്ടോ എന്നതാണ്. ഇതിനായി ടോൾ ഗേറ്റുകളിലെയും നഗരത്തിലെ മറ്റു സ്ഥാപനങ്ങളുടെയും CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. തെലങ്കാന ആന്ധ്ര അതിർത്തി മേഖലയായതിനാൽ പ്രതി സംസ്ഥാനം വിട്ടിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞില്ല. മിര്യാലഗുഡയിൽ നിന്ന് കേവലം 25 കിലോമീറ്റർ മാത്രമായിരുന്നു ആന്ധ്രാപ്രദേശ് അതിർത്തിയിലേക്ക് ഉണ്ടായിരുന്നത്. 2018 സെപ്റ്റംബർ 14 വെള്ളിയാഴ്ച. സമയം രാത്രി 7 മണി. അമൃതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മാരുതി റാവുവിനെയും സഹോദരൻ ശ്രാവണിനെയും കസ്റ്റഡിയിലെടുത്തു. പ്രണയ് കുമാർ കൊലക്കേസിൽ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഇരുവരെയും പോലീസ് അപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുക്കുമ്പോഴും പോലീസിന് അക്കാര്യത്തിൽ ഒരു ഉറപ്പുമുണ്ടായിരുന്നില്ല. മാരുതി റാവുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു: പ്രണയ് കുമാറിന്റെ കൊലപാതകം മാരുതി റാവുവിന്റെ അറിവോടെ തന്നെ. ഞെട്ടിക്കുന്ന ആ സത്യം അയാൾ മാരുതി റാവു പോലീസിനോട് വെളിപ്പെടുത്തി. അതൊരു വെറും കൊലപാതകമല്ല, ഇക്കാലത്തും കേട്ടാൽ വിശ്വസിക്കാത്ത ഒരു ദുരഭിമാന കൊല നടന്നിരിക്കുന്നു. തിരുനഗരി മാരുതി റാവു, വയസ്സ് 53, റിയൽ എസ്റ്റേറ്റ് വ്യവസായി, മിര്യാലഗുഡ, നൽഗൊണ്ട ജില്ല, തെലങ്കാന. പെരുമല്ല പ്രണയ് കുമാറിന്റെയും അമൃതവർഷിണിയുടെയും വിവാഹം സിനിമകളെ വെല്ലുന്ന മുഹൂർത്തങ്ങൾ നിറഞ്ഞതായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങിയ ആ പ്രണയം വലിയ പ്രതിസന്ധികളെയും ഭീഷണികളെയും അതിജീവിച്ചാണ് വിവാഹത്തിലെത്തിയത്. പക്ഷേ ആ പ്രണയവും വിവാഹവും വരാനിരിക്കുന്ന രക്തം ചൊരിയുന്ന ഒരു മഹാദുരന്തത്തിന്റെ കാരണമാകുമെന്ന് അവർ കരുതിയില്ല. കേട്ടാൽ അവിശ്വസനീയമെങ്കിലും ജാതിയായിരുന്നു അവർക്കിടയിലെ പ്രധാന പ്രശ്നം. പ്രണയ് കുമാർ ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആളായിരുന്നു. അമൃത ആര്യവൈശ്യ എന്ന സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നു. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും പൊതുവെ ഉയർന്ന ജാതി എന്ന് കണക്കാക്കപ്പെടുന്ന വിഭാഗമാണ് ആര്യവൈശ്യ. 2011 പ്രണയ് കുമാറും അമൃതവർഷിണിയും മിര്യാലഗുഡയിലെ സെന്റ് അൽഫോൻസാസ് ഹൈസ്കൂളിലാണ് ഒന്നിച്ചു പഠിച്ചിരുന്നത്. പ്രണയ് അമൃതയേക്കാൾ ഒരു ക്ലാസ് മുതിർന്നതായിരുന്നു. 2011 അമൃത 9ാം ക്ലാസ്സിലും പ്രണയ് 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് ഇവർ പ്രണയത്തിലാകുന്നത്. രണ്ടുപേരും സ്കൂളിലെ കായിക സാംസ്കാരിക പരിപാടികളിൽ സജീവമായിരുന്നതിനാൽ വേഗത്തിലടുത്തു. വീട്ടുകാർ അറിയാതെ ഫോണിലൂടെയാണ് പലപ്പോഴും അവർ വിവരങ്ങൾ കൈമാറിയിരുന്നത്. 2014 +2 പഠനകാലത്ത് തന്റെ ഏകമകളായ അമൃതവർഷിണിയുടെ ഫോണിലെ ചില മെസ്സേജുകൾ കണ്ട് പിതാവ് മാരുതി റാവു ഇത് ചോദ്യം ചെയ്തിരുന്നു. ഇതോടെയാണ് പ്രണയ് കുമാറുമായുള്ള അമൃതയുടെ പ്രണയത്തെക്കുറിച്ച് വീട്ടുകാർ അറിയുന്നത്. ദളിത് യുവാവുമായുള്ള പ്രണയം തന്റെ പദവിക്ക് ചേർന്നതല്ലെന്ന് പറഞ്ഞ അദ്ദേഹം അമൃതയെ അതിൽ നിന്ന് വിലക്കിയിരുന്നു. എന്നാൽ പ്രണയ് കുമാറിനെ മറക്കാൻ തനിക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞതോടെ മാരുതി റാവു അവളെ ക്രൂരമായി മർദ്ദിച്ചു. പ്രണയ് കുമാറിനെ മാരുതി റാവു കണ്ടു. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് മാരുതി റാവു പലതവണ അയാളെ ഭീഷണിപ്പെടുത്തി. കോളേജിൽ ചേർന്നെങ്കിലും അമൃതയും പ്രണയകുമാറും തമ്മിലുള്ള ബന്ധം തുടർന്നു. ഇത് മനസ്സിലാക്കിയ മാരുതി റാവു അമൃതയെ കോളേജിൽ വിടാതെ വിട്ടുതടങ്കലിലാക്കി.
ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. ഹൈദരാബാദിലേക്ക് താമസം മാറ്റിയെങ്കിലും പ്രണയും അമൃതയും സുഹൃത്തുക്കൾ വഴി രഹസ്യമായി ബന്ധം തുടർന്നു. വൈകാതെ പ്രണയ് ഹൈദരാബാദിൽ നിന്ന് ബിടെക്കും അമൃത ഫാഷൻ ഡിസൈനിങ്ങിൽ പഠനവും പൂർത്തിയാക്കി. 2018 പഠനം പൂർത്തിയായതോടെ അമൃതയുടെ വിവാഹം നടത്താനുള്ള നീക്കം മാരുതി റാവു ആരംഭിച്ചു. അമൃത വീണ്ടും പ്രണയ് കുമാറിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. ജാതിയും സാമ്പത്തിക നിലയും ആ നീക്കത്തിന് വീണ്ടും തിരിച്ചടിയായി. വീട്ടിൽ വീണ്ടും അതേ നാടകങ്ങൾ അരങ്ങേറി. സമുദായത്തിന് പുറത്തു നിന്നുള്ള വിവാഹത്തിന് താൻ ഒരിക്കലും അനുവദിക്കില്ല എന്നായിരുന്നു മാരുതി റാവുവിന്റെ നിലപാട്. അമൃതയ്ക്കായി വിവാഹാലോചനകൾ വീട്ടിൽ തകൃതിയായി മുന്നോട്ടു പോയതോടെ വേറെ വഴിയില്ലെന്ന് അവർ മനസ്സിലാക്കി. 2018 ജനുവരി 30 അമൃത വീട്ടുകാർ അറിയാതെ പ്രണയ്ക്കൊപ്പം ഹൈദരാബാദിലേക്ക് താമസം മാറി. അവിടെയുള്ള ആര്യ സമാജ് മന്ദിരത്തിൽ വെച്ച് ഇരുവരും രഹസ്യമായി വിവാഹിതരായി. വിവാഹത്തിന് ശേഷം കാനഡയിലേക്ക് കുടിയേറാനായിരുന്നു ശ്രമം. അവിടെ ഉപരിപഠനവും ജോലിയും കണ്ടെത്തണം. അതിനിടെ ഇരുവരും ഒന്നിച്ച് സ്വന്തം നാടായ മിര്യാലഗുഡയിലേക്ക് മടങ്ങിയെത്തി. പ്രണയുടെ മാതാപിതാക്കൾ ഇവരെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും മിര്യാലഗുഡയിലെ മുതിരട്ടിഗുണ്ടയിലുള്ള തങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു. 2018 ഓഗസ്റ്റ് 17 മിര്യാലഗുഡയിലെ ഒരു ഹാളിൽ വച്ച പ്രണയുടെയും അമൃതയുടെയും ഒരു വിവാഹ സ്വീകരണ ചടങ്ങ് വീട്ടുകാർ നടത്തി. ഈ റിസപ്ഷന്റെ വീഡിയോ ഇരുവരും തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചു. ഈ വീഡിയോ മാരുതി റാവു കണ്ടു. ആ കാഴ്ചകൾ കണ്ടതോടെ അയാളുടെ മനസ്സിൽ ജാതിവെറി ഉടലെടുത്തു. അയാൾ അടങ്ങിയിരുന്നില്ല. പിന്നെ പലപ്പോഴും മാരുതി റാവുവിൽ നിന്ന് കടുത്ത വധഭീഷണിയാണ് ഇവരുടെ നേർക്കുണ്ടായത്. തുടർച്ചയായി വധഭീഷണി ലഭിച്ചതോടെ ഇരുവരും നൽഗൊണ്ട പോലീസിനെ സമീപിച്ച സംരക്ഷണം ആവശ്യപ്പെട്ടു. മാരുതി റാവുവിന്റെ ഗുണ്ടകളെ ഭയന്ന പ്രണയ് തന്റെ വീടിന് ചുറ്റും CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പരാതി പരിഹരിക്കാൻ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് സ്ഥലത്തെ പ്രാദേശിക നേതാക്കളുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ ഇരു കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി ഒരു കൗൺസിലിംഗും നടത്തി. ഇതിനിടെ ആ സന്തോഷ വാർത്തയെത്തി. അമൃത ഗർഭിണിയാണ്. കൊലപാതകമെന്ന തീരുമാനം തന്റേത് തന്നെയെന്ന് മാരുതി റാവു എന്ന നരാധമൻ ഏറ്റുപറഞ്ഞു. സ്വന്തം ചോരയിൽ ചോര എന്ന വികാരത്തെക്കാൾ താൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ അംഗീകാരത്തിനും അഹങ്കാരത്തിനും വില കൽപ്പിക്കുന്നിടത്താണ് ജാതിവെറിയുടെ ക്രൂരമായ വികല മനസ്സു ജനിക്കുന്നത്. പറ്റിപ്പിടിച്ച അഭിമാനത്തിന്റെ പേരിൽ മകളുടെ പുഞ്ചിരിയേക്കാൾ പ്രിയപ്പെട്ടതായി അവർ കാണുന്നത് അന്ധമായ കുലാഭിമാനത്തെയാണ്. ജൂൺ തന്റെ ഗുണ്ടകളെ ഉപയോഗിച്ച് കൊലപാതകം നടത്തിയാൽ കേസ് തനിക്ക് നേരെ വരുമെന്ന് മാരുതി റാവു മനസ്സിലാക്കി. അങ്ങനെയാണ് പുറത്തുനിന്ന ഒരു വാടക ഗുണ്ട എന്ന തീരുമാനമുണ്ടാകുന്നത്. ഇതിനായി മിര്യാലഗുഡയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ അബ്ദുൾ കരീമിനെയാണ് റാവു സമീപിച്ചത്. അബ്ദുൾ കരീം വഴി ഹൈദരാബാദിലെ ഗുണ്ടാ പട്ടികയിലുള്ള അസ്ഗർ അലി, അബ്ദുൾ ബാരി എന്നിവരെ മാരുതി റാവു പരിചയപ്പെട്ടു. പ്രണയിയെ വധിക്കാൻ 1 കോടി രൂപയാണ് ഇവർ പ്രതിഫലമായി ആവശ്യപ്പെട്ടത്. മാരുതി റാവു ഇത് സമ്മതിച്ചു. ആദ്യ ഗഡുവായി 15 ലക്ഷം രൂപ അഡ്വാൻസും നൽകി. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൻ പാണ്ഡ്യ വധക്കേസിൽ മുൻപ് പ്രതിയായിരുന്ന അസ്ഗർ അലിക്ക് അന്തർ സംസ്ഥാന ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. ഇയാൾ വഴിയാണ് ബീഹാറിൽ നിന്നുള്ള വാടക കൊലയാളി സുഭാഷ് ശർമ്മയെ ഹൈദരാബാദിൽ എത്തിച്ചത്. കൊലപാതകം നടത്തിയാൽ താൻ പിടിക്കപ്പെടാനും ജയിലിലാകാനും സാധ്യതയുണ്ടെന്ന് മാരുതി റാവു മുൻകൂട്ടി കണ്ടിരുന്നു. താൻ അറസ്റ്റിലായാൽ സർക്കാർ സ്വത്തുക്കൾ കണ്ടുകെട്ടാതിരിക്കാനും തന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഏകമകൾ അമൃതയ്ക്ക് ലഭിക്കാതിരിക്കാനും അയാൾ പദ്ധതി തയ്യാറാക്കി. കൊലപാതകത്തിന് തൊട്ടു മുൻപ് മാരുതി റാവു തന്റെ വലിയൊരു പങ്ക് സ്വത്തുക്കളും ബിസിനസ്സുകളും സഹോദരനായ
ടി ശ്രാവൺകുമാറിന്റെ പേരിലേക്ക് രഹസ്യമായി വിൽപ്പത്രമായി മാറ്റി എഴുതി. കൊലപാതകം ആസൂത്രണം ചെയ്യാൻ മാരുതി റാവുവും സംഘവും വ്യാജവിലാസങ്ങളിലെടുത്ത സിം കാർഡുകളാണ് ഉപയോഗിച്ചിരുന്നത്. എസ് കെ നിസാം എന്നൊരാളെ പ്രണയിയുടെ വീടും സഞ്ചാരപഥവും നിരീക്ഷിക്കാൻ അവർ ഏർപ്പാടാക്കി. പ്രണയ് എപ്പോഴൊക്കെ പുറത്തു പോകുന്നു, ആരെല്ലാമാണ് കൂടെയുള്ളത്, വിവരങ്ങൾ നിസാം കൃത്യമായി കൊട്ടേഷൻ സംഘത്തിന് കൈമാറിക്കൊണ്ടിരുന്നു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി പ്രണയിയെ വധിക്കാൻ ഈ സംഘം 4 തവണ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പ്രണയ്ക്കൊപ്പം എപ്പോഴും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടായിരുന്നതിനാലും ലൊക്കേഷനുകൾ മാറിയതിനാലും ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. 2018 സെപ്റ്റംബർ 13 വീട് വിട്ടിറങ്ങിയെങ്കിലും തൻ്റെ അമ്മയുമായി അമൃത സ്ഥിരമായി ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. സെപ്റ്റംബർ 13 നടത്തിയ സംഭാഷണത്തിൽ അടുത്ത ദിവസം ഗർഭകാല പരിശോധനയ്ക്കായി പ്രണയ്ക്കൊപ്പം ജ്യോതി ആശുപത്രിയിലേക്ക് പോകുന്ന കാര്യം അമൃത അമ്മയോട് പറഞ്ഞു. അമൃതയുടെ അമ്മയിൽ നിന്നും മാരുതി റാവു ഈ വിവരം ചോർത്തിയെടുത്തു. ഇതോടെയാണ് ആശുപത്രി പരിസരം കൊലപാതകത്തിനുള്ള സ്ഥലമായി ഉറപ്പിക്കാൻ ഇവർ തീരുമാനിച്ചത്. (2018) സെപ്റ്റംബർ 14 വെള്ളിയാഴ്ച. സമയം രാവിലെ 11:30. ജ്യോതി ഹോസ്പിറ്റൽ. അമൃതയും പ്രണയും പ്രണയിന്റെ മാതാവ് പ്രേമലതയും ജ്യോതി ആശുപത്രിയിലേക്ക് എത്തിയത് ഈ സമയത്താണ്. അതേസമയം തന്നെ വാടക കൊലയാളി സുഭാഷ് ശർമ്മ വലിയൊരു കൊടുവാളുമായി ആശുപത്രിക്ക് പുറത്ത് കാത്തുനിന്നു. തിരികെ വരുന്ന സമയത്ത് ആക്രമിക്കുക എന്നതായിരുന്നു സുഭാഷിന്റെ പദ്ധതി. സമയം ഉച്ചയ്ക്ക് 1:30. പരിശോധന കഴിഞ്ഞ് പ്രണയും അമൃതയും അമ്മയും പുറത്തേക്കിറങ്ങിയ ഉടൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ സുഭാഷ് ശർമ്മ പ്രണയിയെ ക്രൂരമായി വെട്ടിവീഴ്ത്തുകയായിരുന്നു. പെരുമല്ല പ്രണയകുമാറിന്റെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം മിര്യാലഗുഡയിലെ ഏരിയ ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ച് നടത്തി. കഴുത്തിലും തലയിലുമേറ്റ ആഴത്തിലുള്ള വെട്ടുകളിൽ നിന്ന് അമിതമായി രക്തം വാർന്നതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കൊടുവാളുകൊണ്ടുള്ള ആക്രമണത്തിൽ പ്രണയിയുടെ പ്രധാന രക്തധമനികളും സുഷുമ്ന നാഡിയും തകർന്നു. ഇതോടെയാണ് സംഭവ സ്ഥലത്ത് വച്ച് തന്നെ മരണം സംഭവിച്ചത്. കഴുത്തിന്റെ പിൻഭാഗത്താണ് ആദ്യത്തെ മാരകമായ വെട്ടേറ്റത്. ഈ മുറിവ് വളരെ ആഴത്തിലുള്ളതായിരുന്നു. രണ്ടാമത്തെ വെട്ട് തലയുടെ ഭാഗത്താണ് ഏറ്റത്. ഇത് തലയോട്ടി തകരാനും തലച്ചോറിന് കടുത്ത ക്ഷതമുണ്ടാകാനും കാരണമായി. തന്റെ ഒരേ ഒരു മകൾ, ഉയർന്ന ജാതി, സമൂഹത്തിൽ വലിയ നിലയും വിലയും, മാരുതി റാവുവിനെ ഭരിച്ച ദുരഭിമാനം. ആ ദുരഭിമാനം ഒന്നല്ല, അനേകം ജീവിതങ്ങളെ, 2 കുടുംബങ്ങളെ പിഴുതെറി. ചോദ്യം ചെയ്യലിൽ അയാൾ ഒരു പശ്ചാത്താപവുമില്ലാതെ കുറ്റമേറ്റു പറഞ്ഞു. അപ്പോഴും അയാളെ ഭരിച്ചത് ദുരഭിമാനം തന്നെ. കേസിൽ പോലീസ് പ്രതി ചേർത്തത് ആകെ 8 പേരെ. FIR തയ്യാറാക്കി. മാരുതി റാവു തന്നെ 1-ാം പ്രതി. ടി മാരുതി റാവു 1-ാം പ്രതി. കൊലപാതകം ആസൂത്രണം ചെയ്തു. സുഭാഷ് ശർമ്മ 2-ാം പ്രതി. ബീഹാർ സ്വദേശി, വാടക ഗുണ്ട, കൊലപാതകം നടത്തി. അസ്ഗർ അലി 3-ാം പ്രതി. കൊട്ടേഷൻ ഏറ്റെടുത്തു. ഹൈദരാബാദ് സ്വദേശി. മുഹമ്മദ് അബ്ദുൾ ബാരി 4-ാം പ്രതി. കൊട്ടേഷൻ ഏറ്റെടുത്തു. ഹൈദരാബാദ് സ്വദേശി. ഇവർക്കു പുറമെ കൊട്ടേഷൻ സംഘത്തെ റാവുവിന് പരിചയപ്പെടുത്തിയ പ്രാദേശിക കോൺഗ്രസ് നേതാവ് അബ്ദുൾ കരീമിനെ 5-ാം പ്രതിയാക്കി. മാരുതി റാവുവിന്റെ സഹോദരൻ ശ്രാവൺകുമാറിനെ 6-ാം പ്രതിയായും ഡ്രൈവർ സമുദ്രാലയ ശിവയെ 7-ാം പ്രതിയായും നിസാമിനെ 8-ാം പ്രതിയായും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു.
കൊലപാതകത്തിനു ശേഷം സുഭാഷ് ശർമ്മ മിര്യാലഗുഡിയിൽ നിന്ന് ഹൈദരാബാദ് വഴിയാണ് രക്ഷപ്പെട്ടത്. കൊലപാതകത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ ഇയാൾ മിര്യാലഗുഡിയിലെയും നൽഗൊണ്ടയിലെയും ചില പ്രാദേശിക ലോഡ്ജുകളിൽ താമസിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. നൽഗൊണ്ടയിലെ ഒരു ഹോട്ടലിൽ മുറിയെടുക്കാൻ ഇയാൾ നൽകിയ യഥാർത്ഥ വോട്ടർ ID കാർഡിന്റെ പകർപ്പ് പോലീസിന് ലഭിച്ചു. ഇതാണ് പ്രതി ബീഹാർ സ്വദേശിയായ സുഭാഷ് ശർമ്മയിലേക്കെത്താൻ പോലീസിനെ സഹായിച്ചത്. പിന്നാലെ ബീഹാറിലെ സമസ്തിപൂരിൽ നിന്ന് സുഭാഷ് ശർമ്മയെ തെലങ്കാന പോലീസ് പിടികൂടുകയായിരുന്നു. 2018 സെപ്റ്റംബർ 18 ചൊവ്വാഴ്ച എല്ലാ പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. പോലീസ് ഇവരെ മിര്യാലഗുഡ SC/ST പ്രത്യേക കോടതിയിൽ ഹാജരാക്കി. റിമാൻഡ് ചെയ്ത പ്രതികളെ പിന്നാലെ വാറങ്കൽ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. 2019 ഏപ്രിൽ 27 തെലങ്കാന ഹൈക്കോടതി മാരുതി റാവുവിന് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. മിര്യാലഗുഡയിൽ പ്രവേശിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, എല്ലാ ആഴ്ചയും നിശ്ചിത പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പുവയ്ക്കണം തുടങ്ങിയ കർശനമായ നിബന്ധനകളോടെയാണ് ജാമ്യം നൽകിയത്. 2020 മാർച്ച് 8 ഞായറാഴ്ച കേസിന്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ മാരുതി റാവുവിനെ തന്റെ 55-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ഹൈദരാബാദിലെ ഖൈരതാബാദിലുള്ള ആര്യവൈശ്യ ഭവൻ ഗസ്റ്റ് ഹൗസിലെ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മുറിയിൽ തനിച്ചായിരുന്നു മാരുതി റാവു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. മുറിയിൽ നിന്ന് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. തന്റെ മരണശേഷം മകൾ അമൃത സ്വന്തം അമ്മയുടെ അടുത്തേക്ക് മടങ്ങി വരണമെന്നും അമ്മയോടൊപ്പം ജീവിക്കണമെന്നുമാണ് മാരുതി റാവു കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നത്. താൻ ചെയ്ത തെറ്റുകൾക്ക് മകളോട് മാരുതി റാവു കത്തിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു. പിതാവിന്റെ മരണവാർത്തയറിഞ്ഞ് അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ മകൾ അമൃതയെ മാരുതി റാവുവിന്റെ ബന്ധുക്കളും ജാതി സംഘടനകളും വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. അമൃത കാരണമാണ് മാരുതി റാവുവിന് ഈ ഗതി വന്നതെന്നാരോപിച്ച് ആ ജാതി വെറിയന്മാർ അമൃതയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും മൃതദേഹത്തിനടുത്തേക്ക് അടുപ്പിക്കാതെ മടക്കി അയക്കുകയും ചെയ്തു. മാർച്ച് 10 തിങ്കളാഴ്ച തെലങ്കാനയിലെ നൽകൊണ്ട പ്രത്യേക SC/ST കോടതി പെരുമല്ല പ്രണയകുമാർ കൊലക്കേസിൽ വിധി പ്രസ്താവിച്ചു. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കിയ കോടതി വാടക കൊലയാളി സുഭാഷ് ശർമ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു. മറ്റ് 6 പ്രതികൾക്കും ജീവപര്യന്തം തടവാണ് ശിക്ഷയായി വിധിച്ചത്. വിചാരണ വേളയിൽ ആത്മഹത്യ ചെയ്തതിനാൽ 1-ാം പ്രതി മാരുതി റാവുവിനെതിരായ നിയമ നടപടികൾ കോടതി നേരത്തെ തന്നെ അവസാനിപ്പിച്ചിരുന്നു. മരണം പോലും വായിക്കാത്ത ജാതി വിദ്വേഷം എത്രത്തോളം ഭയാനകമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹത്തിന് മേൽ ജാതിയും ആചാരങ്ങളും വിജയം കൊയ്യുമ്പോൾ തോറ്റുപോകുന്നത് മനുഷ്യത്വവും കാരുണ്യവും.